വയനാട് ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം ചെയ്യണം. എസ്റ്റേറ്റ് ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം കുറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ്, ഗുഡ് മോർണിംഗ്. വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ് കോടതിയിൽ നിന്ന് വരുന്നത്. ടൗൺഷിപ്പ് എങ്ങനെ നടപ്പാക്കുമെന്ന ആശങ്കയ്ക്ക് ഇപ്പോഴൊരു മറുപടിയാവുകയല്ലേ ഭൂമി ഏറ്റെടുക്കാമെന്ന് കോടതി പറയുമ്പോൾ? സുജയ പാർവതി, വെരി ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനം സർക്കാരിന് ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് വയനാട് ദുരന്തബാധിതർക്ക്, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിതർക്ക് ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പാൾ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് എൽസ്റ്റൺ എസ്റ്റേറ്റും ഒപ്പം ഹാരിസൺ മലയാളം എസ്റ്റേറ്റും നൽകിയ ഹർജികൾ തീർപ്പാക്കി അവരുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന്, സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിക്കൊണ്ടുള്ള വിധി പുറപ്പെടുവിക്കുമ്പോൾ അതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതനുസരിച്ച് വയനാടിലെ ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളുകയും ചെയ്തത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരമാണ് സർക്കാർ ഈ രണ്ട് എസ്റ്റേറ്റ് ഉടമകൾക്കും നൽകുകയും ചെയ്യേണ്ടത്. നഷ്ടപരിഹാരം കുറഞ്ഞുവെന്ന് തോന്നിയാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ സർക്കാരിന് അവകാശമുണ്ട്. അത്തരം നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്ന അടക്കമുള്ള ആവശ്യങ്ങൾക്കായി സർക്കാരിന് ഈ എസ്റ്റേറ്റുകൾ മതിയായ സൗകര്യം ചെയ്ത് നൽകണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റെടുക്കുന്നത് 2 വില്ലേജുകളിലായി ആകെ 143.41 ഹെക്ടർ ഭൂമിയാണ്. ഇത് 2 വില്ലേജുകളിലായാണ്. ഹാരിസൺ മലയാളത്തിന്റെയും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെയും ഭൂമിയാണ് ഈ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം തീയതിയാണ് സംബന്ധിച്ച ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത്. അത് ദുരന്ത നിവാരണ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കുകയും ചെയ്തത്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന എസ്റ്റേറ്റ് ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ചെയ്തത്. അതായത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് തന്നെ സർക്കാരിന് ഈ 2 ഭൂമിയും ഏറ്റെടുക്കാനും കഴിയുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഭൂമി സംബന്ധിച്ച് നേരത്തെ തന്നെ അതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും ഈ എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ തർക്കമുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ ഭൂമി തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇതിന് സർക്കാർ മതിയായ നഷ്ടപരിഹാരം നൽകുമ്പോൾ അതിന് എത്രയാണോ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം അതിന് തുല്യമായ തുക ഈ 2 എസ്റ്റേറ്റ് ഉടമകളും ഈ 2 എസ്റ്റേറ്റുകളും ബോണ്ടായി കെട്ടിവെക്കുകയും വേണം. സിവിൽ കോടതിയുടെ അന്തിമമായ തീർപ്പ് അനുസരിച്ച്, അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് എന്ന തീർപ്പ് അനുസരിച്ച് ആ ബോണ്ട് തുക ആർക്കാണോ ആ വിധി അനുകൂലമാക്കുക അതനുസരിച്ച് ആ ബോണ്ടും അവർക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് ഹൈക്കോടതി അതിന്റെ ആ രീതിയിലുള്ള, അതായത് വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള, ടൗൺഷിപ്പ് നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കുന്നുള്ള അത് ചോദ്യം ചെയ്തുള്ള 2 എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജികളിൽ വിധി പറഞ്ഞത്. സർക്കാരിന് ഭൂമി അളക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നതും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ വയനാട് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കണ്ണീർ കോടതി കാണുന്നു എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇനി അത് എത്രയും വേഗം നടപ്പാക്കുക എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.